എന്നെക്കൊണ്ട് സാധിച്ചു തരാൻ പറ്റുന്നതെന്തും ഞാൻ തനിക്ക് നേടിത്തരും. എങ്കിൽ എനിക്കൊരു ഭുജിയെ വേണം. വാട്ട്? എന്ത് വേണമെന്ന്? വൈഭവിന്റെ നെറ്റി ചുളിഞ്ഞു. എനിക്ക് ഒരു ഭുജിയെ വേണമെന്ന്. ഭുജിയെ അറിയില്ലേ? അവളുടെ ആവശ്യം കേട്ട് മനസ്സിലാവാതെ വൈഭവ് ചോദിച്ചതും അവന് മുൻപിലേക്ക് കുറച്ചുകൂടി നീങ്ങിച്ചെന്ന് ചിരിച്ചുകൊണ്ട് നിന്നു ശിവ. ഭുജി മീൻസ് എ പെർഫെക്റ്റ് പാർട്ണർ. ഈ സോൾമേറ്റ്, സന്തോഷസഹചാരി എന്നൊക്കെ പറയില്ലേ, അതാണ് ഐറ്റം. ഈ ഡോറ ബുജിയിലെ കുരങ്ങച്ചനെ ഡോക്ടർ കണ്ടിട്ടില്ലേ? വാല് പോലെ ഡോറയ്ക്കൊപ്പം നടക്കുന്നത്, അതുപോലെ. ഓ, അപ്പോ ഒരെല്ല് കൂടുതൽ മാത്രമല്ല, തലയ്ക്കകത്ത് ഒരു പീസ് പോയതും കൂടെയാണിവൾ. കാർട്ടൂൺ കണ്ടോണ്ടിരുന്ന ഈ സാധനത്തിനെയാണോ ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്ത് കെട്ടിക്കൂടെ കൂട്ടിയത്? ശിവയുടെ പറച്ചിൽ കേട്ട വൈഭവ് സ്വയം സ്മരിക്കാൻ തുടങ്ങി. എനിക്ക് ഏത് നേരത്താണോ അവൻ തലയൊന്ന് ചൊറിഞ്ഞ് പിറുപിറുത്തതും. ഡോക്ടർ എന്തേലും പറഞ്ഞോ? ശിവ എടുത്തു ചോദിച്ചു. ഏയ് ഇല്ല, താൻ ബാക്കി പറ. വീണ്ടും നേരെ ഇരുന്ന് അവൻ പറഞ്ഞു. ഡോക്ടറെ, കഴിഞ്ഞ ദിവസം നിങ്ങളും ഞാനും തമ്മിലുള്ള ശീതസമരം അവസാനിപ്പിച്ചിട്ട് തമ്മിൽ കൈ കൊടുത്ത് ഫ്രണ്ട്സ് ആയപ്പോൾ ഞാൻ ഓർത്തു ഇനിയിപ്പോൾ കാര്യങ്ങൾ ഈസി ആയല്ലോ എന്ന്. അപ്പോൾ ദേണ്ടേ നിങ്ങളുടെ ഒടുക്കത്തെ ഊന്തിന്റെ സ്വഭാവം ഇറക്കിയേക്കുന്നു. നല്ല കൂട്ടായിട്ട് എന്നോട് മിണ്ടി 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആള് വീണ്ടും കടുവയായി. അതുകൊണ്ട് ഇനി ആ പരിപാടി വേണ്ട. സോ ദി ഗ്രേറ്റ് വൈഭവ് വർമ്മ ഒരു വരം ഇങ്ങോട്ട് തരാമെന്ന് പറയുമ്പോൾ അത് മോശമാകാൻ പറ്റില്ല. അപ്പോ അതിനാണ് ഈ ഭുജി. ശിവ പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തി. സോ ഐ ആം യുവർ ഭുജി. പക്ഷേ എന്താ എൻ്റെ റോൾ? വൈഭവ് പിരിയം ഒന്ന് പൊക്കി. സിമ്പിൾ. എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ ചോദിക്കുന്നത് നടത്തി തരണം. നടക്കുവോ? കൈകൾ പുറകിലേക്ക് കൂട്ടിപ്പിടിച്ച് പെണ്ണ് കുറുമ്പോടെ ചോദിച്ചു. ഒരു ചെറു പുഞ്ചിരിയോടെ തലയൊന്ന് കുടഞ്ഞ് വൈഭവ് എഴുന്നേറ്റു. പറഞ്ഞ വാക്കു മാറ്റുവോ വൈഭവ് ഡോക്ടറെ? ശിവ വീണ്ടും ചോദിച്ചതും അവൻ അവളോട് കുറച്ചുകൂടി അടുത്തേക്ക് ചേർന്നു നിന്നു. അവന്റെ നെഞ്ചോരമാണ് ഇപ്പൊ പെണ്ണ് നിൽക്കുന്നത്. വൈഭവിന് വാക്കൊന്നേ ഉള്ളൂ. അത് നിനക്കറിയാമല്ലോ. എനിക്ക് സമ്മതമാ. ബട്ട് ഓൺ കണ്ടീഷൻ. ഈ കാര്യം നമ്മൾ രണ്ടുപേർക്കുമിടയിൽ മാത്രം നിൽക്കണം. ഏറ്റു. ഒരു കല്യാണം രഹസ്യമാക്കി വെക്കാമെങ്കിൽ ഇത് ആരും അറിയാതെ നോക്കാനും എനിക്ക് അറിയാം. ദെൻ ഇറ്റ്സ് എ ഡീൽ. പൊതുവെയുള്ള ഗൗരവത്തിൽ കൂടെ ചുണ്ടിൽ ചെറുതായുള്ള ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് വൈഭവ് കൈനീട്ടിയതും ഡീൽ എന്ന് പറഞ്ഞ് ചിരിയോടെ ശിവയും അവന് കൈകൊടുത്തു. ആ നിമിഷം അവൾക്ക് മുന്നിൽ തെളിഞ്ഞത് മനസ്സ് മരവിച്ച് അവന് മുൻപിൽ സ്വാഭിമാനം പണയം വെച്ച് നിന്ന നിമിഷമാണ്. പക്ഷേ അതുപോലെയല്ല മനസ്സ് നിറഞ്ഞാണ് മുന്നിൽ നിൽക്കുന്നവന് കൈ കൊടുത്തത്. പെട്ടെന്ന് ഹാളിന്റെ റൂം തള്ളി തുറന്ന് ഒച്ച കേട്ടതും ഞെട്ടിപ്പോയ ശിവ വെപ്രാളത്തിൽ വൈഭവിൽ നിന്ന് കൈ വലിക്കുന്നതിനിടയിൽ സാരിയുടെ മുന്നിലെ ഞൊറിവിൽ കാൽ തട്ടി വീഴാൻ പോയ മുന്നോട്ടാഞ്ഞു. പെട്ടെന്ന് അരയിലൂടെ ചേർത്ത് പിടിച്ചവളെ തന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി വൈഭവ്. യു ഓക്കെ ശിവ? തന്നിലേക്ക് ചേർന്ന് നിൽക്കുന്നവളോട് പതിയെ അവൻ ചോദിച്ചതും ശിവ അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവനെ നോക്കി തല ഒന്നാട്ടി. അടുത്ത നിമിഷം അവന്റെ കണ്ണുകൾ ഡോറിലേക്ക് പാഞ്ഞു. അകത്ത് കയറി വന്ന ആളെ കണ്ട് അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അനിക്കുള്ള ചായയും കൊണ്ട് വാമിക അവന്റെ റൂമിലേക്ക് ചെന്നതും കണ്ടു ബാൽക്കണിയിൽ നിന്ന് ദൂരേക്ക് നോക്കി നിൽക്കുന്നവനെ. അവരൊരു ചിരിയോടെ അകത്തേക്ക് നടന്നു. കയ്യിലെ ട്രേ മേശപ്പുറത്ത് വെച്ചിട്ട് അവനെ പോയി വിളിച്ചു. അപ്പമ്മ തോളിൽ പിടിച്ചതും അനി തിരിഞ്ഞു നോക്കി. അപ്പോൾ അവന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവർ ഒരു നിമിഷം പരിഭ്രമിച്ചു. ഒന്നുമില്ല അപ്പമ്മേ, വെറുതെ ഓരോന്ന് ആലോചിച്ച് നിന്നതാ. അവരെ സമാധാനിപ്പിക്കാൻ എന്നോണം ഒരു ചെറു ചിരിയോടെ അനി പറഞ്ഞു. വാമിക അവനെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് വിളിച്ചോണ്ടുപോയി. അവനെ കട്ടിലിൽ പിടിച്ചിരുത്തിയിട്ട് അവന്റെ കയ്യിലേക്ക് ആ ചായ വെച്ചു കൊടുത്തു. വൈഭവിന് കോഫിയാണ് ഇഷ്ടമെങ്കിൽ അനിക്ക് പ്രിയം ചായയോടാണ്. അത് ഏത് നേരത്ത് കിട്ടിയാലും അവൻ കുടിക്കും. ഊണ് കഴിക്കാൻ വരുന്നില്ലേ നീ? എല്ലാവരും കഴിച്ചുപോയി. വാമിക നോട്ട്പാഡിൽ എഴുതി അവനെ കാണിച്ചു കൊടുത്തു. ഇപ്പോൾ വിശപ്പില്ല അപ്പമ്മേ, ആദ്യം അപ്പവും വരട്ടെ, ഞാൻ അവർക്കൊപ്പം ഇരിക്കാം. ചായ കുടിക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു. അമ്മായിക്കൂട്ടം ഉണ്ടോ താഴെ? അനി ചോദിച്ചു. അമ്മയുടെ കൂടെ ഉണ്ട് വിദ്യേച്ചി. കാർത്തികയുമായുള്ള നിന്റെ വിവാഹമാണ് ഇപ്പോൾ വിഷയം, വാമിക പറഞ്ഞു. വിച്ചുവിന്റെ കാര്യത്തിൽ ഇനി രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ അടുത്ത വഴി കൊള്ളാം, അനി ഒരു പുച്ഛത്തോടെ പറഞ്ഞു. വാമിക അവന്റെ അടുത്തേക്ക് ഇരുന്ന് വീണ്ടും നോട്ട്പാഡിൽ എഴുതി അവന് നേരെ നീട്ടി. അപ്പമ്മ നിർബന്ധിക്കുവല്ല, എങ്കിലും പറയുക. നിനക്കും വേണ്ടേ അനി ഇനിയൊരു കൂട്ട്? നാട്ടിൽ വന്ന സ്ഥിതിക്ക് പോയി കണ്ടൂടെ നിനക്ക് ആ കുട്ടിയെ? ഇനിയെങ്കിലും കൂടെ കൂട്ടിക്കൂടെ നിന്റെ ആ കുപ്പിവള പെണ്ണിനെ? അപ്പമ്മയുടെ വാക്കുകൾ വായിച്ചതും അനിയുടെ ഉള്ളം നാളി. അവന്റെ മുഖം കുനിഞ്ഞു. അറിയില്ല, അപ്പമ്മയ്ക്ക് അറിയില്ല ഞാൻ എൻ്റെ പെണ്ണിനോട് ചെയ്ത ക്രൂരത. എന്നോ എനിക്ക് നഷ്ടമായി പോയവളെ കാത്തിരിക്കുകയാണ് ഈ പാവം ഇപ്പോഴും. അതെല്ലാം അറിയുന്ന നിമിഷം എന്നെ വെറുക്കില്ലേ എൻ്റെ അമ്മ? അനിയുടെ കണ്ണുകൾ കലങ്ങി മറഞ്ഞു. അപ്പമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ കഴിയാതെ അവനിരുന്നു. റൂമിലേക്ക് കയറി വന്ന മീര കണ്ടത് പരസ്പരം പുണർന്ന് ഇങ്ങനെ നിൽക്കുന്നവരെയാണ്. വൈഭവിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ശിവയെയും ഇരു കൈകളാൽ അവളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന വൈഭവിനെ കണ്ടതും മീരയുടെ മുഖം ചുവന്നു. വാട്ട് ദ ഹെൽ മീര? അനുവാദം ചോദിക്കാതെ തള്ളിക്കയറി വരാൻ ഇത് നിന്റെ തന്തയുടെ സ്ഥലമല്ല. ദിസ് ഈസ് മൈ പ്ലേസ്. ഡിഡ് യു ഫർഗെറ്റ് ദാറ്റ്? വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവൻ മീരയ്ക്ക് നേരെ അലറി.
അപ്പോഴും വൈഭവിൻ്റെ കൈകളിൽ തന്നെയായിരുന്നു ശിവ. ഓ, അപ്പോൾ ഇതാണ് ആ മുതൽ. മീരയെ ഒന്നൊഴിഞ്ഞു നോക്കി ശിവ. ഐ എം സോറി വൈഭവ്, അത് ജയദേവൻ സാർ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതൊന്നും പറയാൻ വേണ്ടി പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ ഓർക്കാതെ കയറിയതാ. കളിച്ചു നിൽക്കുന്ന വൈഭവിൻ്റെ മുഖം കണ്ട മീര ഇത്തിരി പേടിയോടെ പറഞ്ഞു. അവളെ നോക്കി അമർത്തിയൊന്ന് മൂളി വൈഭവ്. ഞാനിപ്പോൾ വരാടോ. ശിവയുടെ തോൾ ഒന്ന് തട്ടി വൈഭവ് പറഞ്ഞതും അവനെ നോക്കി ചിരിയോടെ തലയാട്ടി ശിവ. വൈഭവ് മുറിയിൽ നിന്നിറങ്ങി പോയതും ഡീ, പെട്ടെന്ന് മീര ശിവയ്ക്ക് നേരെ ചെന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടി വൈഭവിനെ വിട്ടുപോകാൻ. പിന്നെ ആരെ കാണിക്കാനാടി ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നേ? നിന്നെ കാണിക്കാൻ തന്നെയാടി. മീരയുടെ ചോദ്യത്തിന് എടുത്തടിച്ചതുപോലെ ശിവ പറഞ്ഞു കേട്ടതും മീര ഒന്ന് ഞെട്ടി. എന്തേ, ഒന്നും പറയാനില്ലേ നിനക്ക്? നീ എന്താടി വിചാരിച്ച് ഒളിച്ചിരുന്ന് ഒരു മെസ്സേജ് അയച്ചു വിരട്ടിയാൽ ഞാൻ എൻ്റെ ഡോക്ടറെ ഉപേക്ഷിച്ച് ഇവിടുന്ന് പേടിച്ചോടുമെന്നോ? എങ്കിൽ നിനക്ക് തെറ്റിപ്പോയി. ഇത് ശിവാമി വൈഭവ് വർമ്മ. അല്ലാതെ നിന്നെപ്പോലെ ഒരു ചായ കിട്ടുമ്പോൾ ആണിനെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കാൻ എൻ്റെ പേര് മീര ആനന്ദ് എന്നല്ലടി. മുന്നിൽ നിൽക്കുന്നവൾക്ക് നേരെ നിന്ന് വീറോടെ പറഞ്ഞു ശിവ. ഡി, എന്താടി പറഞ്ഞേ? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. ദേഷ്യം വന്ന മീര അവൾക്ക് നേരെ വിരൽ ചൂണ്ടി. അടങ്ങടി, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. അതിനു മുന്നേ നീ ഇടയ്ക്ക് കയറാതടി. തനിക്ക് നേരെ ചൂണ്ടിയ മീരയുടെ വിരൽ തട്ടി മാറ്റി ശിവ. നീ ആരാണെന്നും നീ ചെയ്തതെന്താണെന്നും ഒക്കെ നന്നായി അറിഞ്ഞിട്ട് തന്നെയാടി ഞാൻ നിൽക്കുന്നേ. അല്ലേലും നിന്നെ ഒന്ന് കാണാൻ തന്നെ ഇരിക്കുമായിരുന്നു ഞാൻ. നീയും നിന്റെ കെട്ടിയനും കൂടെ ഇതുവരെ എൻ്റെ ഭർത്താവിനോട് ചെയ്തത് ഞാൻ വിട്ടു. അതൊക്കെ ആ മനുഷ്യൻ എന്നെ വിവാഹം ചെയ്യും മുന്നേയുള്ള കാര്യങ്ങളാ. പക്ഷേ ഇനി നിന്റെ നോട്ടം പോലും അങ്ങയിലേക്ക് വീഴരുത്. വീണാൽ ഈ ശിവാമി ആരാണെന്ന് നീ അന്നറിയും, കേട്ടോടി. മീരയുടെ മുഖത്തിന് നേരെ വിരൽ ചൂണ്ടി താക്കിയതുപോലെ ശിവ പറഞ്ഞു. നീ അത്രയ്ക്കൊന്നും നെകളയ്ക്കണ്ടടി. എൻ്റെ എച്ചിലാടി നീ കൊണ്ടു നടക്കുന്നേ, അത് ഓർത്തോ നീ? പുച്ഛത്തോടെ മീര അവളോട് പറഞ്ഞു തീർന്നതും അടുത്ത നിമിഷം അവിടെ മേശപ്പുറത്തിരുന്ന ഒരു ലാൻഡ് ഫോൺ മീരയുടെ നേരെ പാഞ്ഞു വന്നു. അവൾ തലയൊന്ന് ചരിച്ചതും അത് അവൾക്ക് പിറകിലായുള്ള ഭിത്തിയിൽ ഇടിച്ചു പൊട്ടിത്തെറിച്ചു. ശിവ തനിക്ക് നേരെ എറിഞ്ഞതാണ് അതെന്ന് മനസ്സിലാക്കാൻ മീരയ്ക്ക് ഒരു നിമിഷം വേണ്ടി വന്നു. അത് നിനക്കിട്ട് കൊള്ളിച്ചെറിയാൻ എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല. ഇത് നിനക്കൊരു ഡോസാ. നീ ഇപ്പോൾ പറഞ്ഞല്ലോ വൈഭവ് നിന്റെ എച്ചിലാണെന്ന്. എച്ചിൽ കൊണ്ട് നടക്കുന്നത് ഞാനാണോ അതോ നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനാണോ എന്ന് മോൾ ഒന്നുകൂടെ ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്ക്. ദേഷ്യം കൊണ്ട് ചുവന്ന കണ്ണുകളുമായി മീരയെ നോക്കി ശിവ അലറിയതും അവളങ്ങ് വിളറി വെളുത്തുപോയി. ഇനി ഇവിടെ നിന്നാൽ താൻ മീരയെ കൈവയ്ക്കുമെന്ന് തോന്നിയ ശിവ പുറത്തേക്ക് പോകാനായി തിരിഞ്ഞതും കണ്ടു വാതിലിനടുത്ത് നിൽക്കുന്നവനെ. അവൻ്റെ ചുണ്ടിൽ ചിരി കണ്ടതും അവൾക്ക് മനസ്സിലായി അവനെല്ലാം കണ്ടെന്നു. ഓ, ഇവിടെ നിന്ന് ലൈവ് ഷോ കാണുമായിരുന്നു അല്ലേ? പിന്നില്ലേ, എൻ്റെ ഭാര്യ ഇവിടെ ഇത്രയും നല്ല ഷോ കാണിക്കുമ്പോൾ മിസ്സാക്കാൻ പാടില്ലല്ലോ. അവനടുത്തേക്ക് ചെന്ന് മുഖം കൂർപ്പിച്ച് ശിവ ചോദിച്ചതും ചിരിയോടെ മറുപടി പറഞ്ഞു വൈഭവ്. വാടോ ഭർത്താവേ, ശിവ മുൻപിലേക്ക് കയറി നടന്നുകൊണ്ട് പറഞ്ഞതും വൈഭവ് ഒരു ചിരിയോടെ അവൾക്ക് പിറകെ നടന്നു. മനോജെ, ആ പൊട്ടിയ ഫോണൊന്ന് റീപ്ലേസ് ചെയ്തേക്ക്. ഓക്കെ സാർ. പോകും വഴി തനിക്ക് അടുത്തുനിന്ന മനോജിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും ചെയ്തു വൈഭവ്. ശങ്കരനൊത്ത ചക്കി തന്നെ. ഭർത്താവ് എല്ലാം സംഭരിക്കുന്ന അസുരനാണെങ്കിൽ ഭാര്യ തനി തുർക്ക തന്നെ. പെർഫെക്റ്റ് മാച്ച്. മുറിക്കകത്ത് പൊട്ടിക്കിടക്കുന്ന ഫോണും വാലി മുറിഞ്ഞു പോലത്തെ മുഖവുമായി നിൽക്കുന്ന മീരയെ നോക്കി മനോജ് ചിരിയോടെ പയ്യെ പറഞ്ഞു. എൻ്റെ അനിയേട്ടാ, പോയ കാര്യം പിന്നെ നോക്കാമെന്നും പറഞ്ഞ് വണ്ടി തിരിച്ചു പാഞ്ഞ ഞാൻ തിരിച്ചു വന്നേ. ഹോസ്പിറ്റലിൽ ചെന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ കുളിര് കയറിപ്പോയി. ശിവയുടെ എൻട്രിയും ഡയലോഗും ഒക്കെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ എന്ന സങ്കടമേ ഉള്ളൂ. എന്തായാലും നേരിൽ കാണുമ്പോൾ കൈയോടൊന്ന് അഭിനന്ദിക്കണം എൻ്റെ അനിയത്തിയെ. എന്നാ നീ അഭിനന്ദനം എനിക്ക് തന്നേക്കടാ. ബോഡി മാത്രമേ അവിടെയുള്ളൂ. നീ വിളിച്ചു പറഞ്ഞ ഉടനെ ശിവയെ ഉന്തിത്തള്ളി പറഞ്ഞു വിട്ട് അവിടെ ചെന്ന് വെച്ച് കാച്ചാനുള്ള ഡയലോഗ്സൊക്കെ ഞാനാ പറഞ്ഞു കൊടുത്തേ. അയ്യടാ, വേറൊരാൾ ചെയ്തതിൻ്റെ ക്രെഡിറ്റ് അങ്ങനെ ഓസിന് കൊണ്ടുപോകേണ്ട ഏട്ടാ. ശിവയെ ഇവിടുന്ന് ബൂസ്റ്റ് ചെയ്ത് വിട്ടത് അനിയട്ടനാവും. പക്ഷേ അവളുടെ ഇന്നത്തെ പെർഫോമൻസ് മുഴുവൻ അവൾ കയ്യിന്നിട്ടതാ. ആ മീരയുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തെന്ന മനോജ് പറഞ്ഞത്. സിദ്ധു ചിരിയോടെ പറഞ്ഞതും അനി ചിരിച്ചുപോയി. സിദ്ധുവും അനിയും കൂടെ വൈകിട്ട് അനിയുടെ മുറിയിലിരുന്ന് ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമായിരുന്നു. എന്നാ ഞാൻ ഇറങ്ങട്ടെ ഏട്ടാ. നേരെ ഇങ്ങോട്ട് വന്നാ. ഇനി ഒന്ന് വീട്ടിൽ പോയി നല്ലോണം കുളിച്ച് ഒന്ന് സുഖമായിട്ട് ഉറങ്ങണം. ഡ്രൈവ് ചെയ്തതിൻ്റെ നല്ല ക്ഷീണമുണ്ട്. അവർ രണ്ടുപേരെയും ഒന്ന് കണ്ടിട്ട് പോണമെന്ന് കരുതി നിന്നതാ. മിസ്റ്റർ ആൻഡ് മിസ്സസ് വൈഭവ് വർമ്മ ഉടനെ ഇങ്ങ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് മൂരി നിവർന്നുകൊണ്ട് സിദ്ധു പറഞ്ഞു. എന്നാ നീ വിട്ടോ, അവർ ലേറ്റാവുമായിരിക്കും, അനി പറഞ്ഞു. പിന്നെ നമ്മുടെ ഓഫീസിലെ സിഇഒയുടെ കസേര ഞാനിപ്പോഴും ഒഴിച്ചിട്ടിരിക്കുക, കേട്ടല്ലോ. അതങ്ങ് വന്ന് കൈയോടെ ഏറ്റെടുത്തൂടെ? പോകാനായി ഇറങ്ങിയതും തിരിഞ്ഞു നിന്ന് വിളിച്ചു പറഞ്ഞു സിദ്ധു. അതിന് നീ നിന്റെ കൂട്ടുകാരന് കൊണ്ട് കൊടുക്കടാ. പോടാ.
കളിയോടെ ശകാരത്തിൽ പറഞ്ഞ് അനി ഓടിച്ചു സിദ്ധുവിനെ. സിദ്ധു ഒരു ചിരിയോടെ താഴേക്ക് ഓടി. അപ്പമ്മയോടും മുത്തശ്ശിയോടുമൊക്കെ യാത്ര പറഞ്ഞ് സിദ്ധു മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന അവൻ്റെ കാറിനടുത്തേക്ക് ചെന്നു. ആഹാ, ലോക്ക് ചെയ്യാതെയാണോ ഞാൻ പോയേ? അൺലോക്കായി കിടക്കുന്ന കാർ കണ്ട് ഒരു ചിരിയോടെ പറഞ്ഞ് അവൻ കാറിനുള്ളിലേക്ക് കയറി. ഡോർ ക്ലോസ് ചെയ്ത് സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞതും പെട്ടെന്ന് കാറിൻ്റെ ബാക്ക് സീറ്റിൽ നിന്ന് ഒരാൾ ഇരു കൈകൊണ്ട് സിദ്ധുവിൻ്റെ കഴുത്തിൽ വട്ടം പിടിച്ചു. സർപ്രൈസ് സിദ്ധ, അവൻ്റെ കാതോരം ചുണ്ടു ചേർത്ത് നേർത്ത സ്വരത്തിൽ പിറകിൽ നിന്ന് പറഞ്ഞതും ഒരു നിമിഷം ഒന്ന് ഞെട്ടിയ സിദ്ധുവിന് ആ ശബ്ദത്തിൻ്റെ ഉടമയെ മനസ്സിലായിരുന്നു. ഉള്ളിൽ നിന്നൊരു പുഞ്ചിരി അറിയാതെ തന്നെ അവൻ്റെ മുഖത്ത് തെളിഞ്ഞു. എന്നാൽ പെട്ടെന്ന് മുഖത്ത് തന്നെ അവനാ ചിരി വിദഗ്ധമായി ഒളിപ്പിച്ചു. ആരോട് ചോദിച്ചിട്ടാടി പിള്ളേ നീ എൻ്റെ വണ്ടിയിൽ കയറിയേ? പിറകിലേക്ക് കുറച്ചൊന്ന് ചെരിഞ്ഞിരുന്നു സിദ്ധു ദേഷ്യത്തിൽ അലറി. ആരോടും ചോദിച്ചില്ല. എനിക്ക് അവകാശമുള്ള കാറായത്. ഇതിലോട്ട് ഞാൻ തോന്നുമ്പോൾ കയറും ഇറങ്ങും. അതെൻ്റെ ഇഷ്ടാ. സിദ്ധുവിനെന്താ? അവൻ ചോദിച്ചതിന് പിറകെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ അപ്പു മറുപടി കൊടുത്തു. ഡേ അപ്പു, മര്യാദയ്ക്ക് കാറിൽ നിന്ന് ഇറങ്ങിക്കേ. ഈ നേരത്ത് നിന്നെ എൻ്റെ കൂടെ ഇങ്ങനെ കാറിലിരിക്കുന്നത് ഇനി തറവാട്ടിൽ ആരെങ്കിലും കണ്ടോണ്ട് വന്നാൽ പിന്നെ അത് മതി. സിദ്ധു പുറത്തേക്ക് തറവാട്ടിലേക്കൊന്ന് കണ്ണോടിച്ചുകൊണ്ട് അപ്പുവിനോട് പറഞ്ഞു. എൻ്റെ സിദ്ധ, ഇങ്ങനെ LKG പിള്ളേരെ പോലെ പേടിക്കല്ലേ. ആണുങ്ങളായാൽ കുറച്ച് ധൈര്യമൊക്കെ വേണം. എൻ്റെ കുഞ്ഞേട്ടനെ കണ്ടിട്ടില്ലേ? പെട്ടെന്ന് തുണ്ട 4 അങ്ങേരുടെ കണക്ക്. കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു ശകലം ഗുണം കാണിച്ചുകൂടെ? കൊള്ളാം. നിന്റെ ആ കുഞ്ഞു ചേട്ടൻ എങ്ങാനും അറിയണം ഈ പുന്നാര കുഞ്ഞു പെങ്ങളുടെ മനസ്സിലിരിപ്പ്. അപ്പോൾ അറിയാം അവൻ വെട്ടി തുണ്ടാക്കുവോ ഇല്ലേൽ അരച്ച് പേസ്റ്റാക്കുവോ എന്നൊക്കെ. ചുമ്മാ എണ്ണി പറഞ്ഞു നിൽക്കാതെ നീ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ? അതോ ഞാനായിട്ട് പിടിച്ച് തള്ളണോ? അരിശത്തിൽ പറഞ്ഞുകൊണ്ട് സിദ്ധു അവനിരിക്കുന്ന സൈഡിലെ ലോക്ക് തുറക്കാനാഞ്ഞു. അയ്യോ സിദ്ധ, ചാടി ഇറങ്ങണ്ട. ഞാൻ പൊയ്ക്കോളാം. എനിക്കൊരു ഹെൽപ്പ് ചെയ്താൽ മതി. ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? നാളെ എനിക്ക് മാത്സിൻ്റെ ടെസ്റ്റാ സിദ്ധ. സിദ്ധുവിനറിയാലോ ഞാൻ മാത്സിന് വീക്കാണെന്ന്. നീ അല്ലായിരുന്നോ എന്നെ മാത്സിൻ്റെ ട്യൂഷൻ ടീച്ചർ? അതിപ്പോൾ ഞാൻ നന്നായി ഖേദിക്കുന്നുണ്ട് മോളെ. എനിക്ക് ലൈഫിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം നിന്നെ കണക്ക് പഠിപ്പിക്കാൻ വന്നേ. അങ്ങനെ വന്നത് കൊണ്ടാണല്ലോ നീ ഇപ്പോൾ വേതാളം പോലെ എൻ്റെ മേൽ ഇങ്ങനെ ഒട്ടിയത്. അപ്പോൾ പറയുന്നത് കേട്ടതും സിദ്ധു പിറുപിറുത്തു. എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. നിന്ന് കൊഞ്ചാതെ നീ കാര്യം പറ അപ്പു. അതിന് ചൂടാവുന്നത് എന്തിനാ? പറയുമല്ലേ കാലാഞ്ഞാൻ. അപ്പു പല്ല് ഞെരടിയതും സിദ്ധു അന്താളിച്ചു പോയി. ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ സിദ്ധുവിൻ്റെ ഒരു വിഷ് കിട്ടിയാൽ എനിക്ക് ഒടുക്കത്തെ ലക്ക. അതുകൊണ്ട് നാളെ എഴുതാനുള്ള പേന എനിക്ക് ആ കൈകൊണ്ട് തരുമോ സിദ്ധ? ചുണ്ടു പിളർത്തി കൊഞ്ചി ചോദിക്കുന്ന പെണ്ണിനെ കണ്ടതും സിദ്ധുവിൻ്റെ മുഖം വിടർന്നു. അവന് ചിരിക്കാൻ തോന്നി. ഞാൻ പേനയൊന്നും എടുത്തിട്ടില്ല. അവളിൽ നിന്ന് നോട്ടം മാറ്റി അവൻ പറഞ്ഞു. നോ പ്രോബ്ലം. പേന ഞാൻ എടുത്തിട്ടുണ്ട്. ദാ പേന ആ ഡാഷ്ബോർഡിൻ്റെ മേലെ ഇരിപ്പുണ്ട്. അതൊന്നും എടുത്ത് എൻ്റെ കയ്യിൽ താ മാഷേ. കാറിൻ്റെ ഡാഷ്ബോർഡിൻ്റെ മുകളിലിരിക്കുന്ന പേന ചൂണ്ടി അപ്പു പറഞ്ഞതും സിദ്ധു ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ആ പേന കൈനീട്ടിയെടുത്തു. ഇന്നാ അപ്പുവിന് നേരെ നീട്ടി. ഒന്ന് ചിരിച്ചോണ്ടൊക്കെ താ മാഷേ. മുറിയിരിക്കുന്ന സിദ്ധുവിൻ്റെ മുഖം കണ്ട് അപ്പു ചുണ്ടു പിളർത്തിക്കൊണ്ട് പറഞ്ഞു. സിദ്ധു ഒന്ന് ചിരിച്ചുപോയി. അത്രയും നേരം പിടിച്ചു വെച്ച മസിൽ വിട്ട് ചിരിയായി പുറത്തേക്ക് വന്നു. എന്നാടി നിന്റെ പേന. മര്യാദയ്ക്ക് ഫുൾ A+ വാങ്ങിക്കൊള്ളണം കേട്ടോടി കാന്താരി. ചിരിയോടെ അപ്പുവിൻ്റെ കയ്യിലേക്ക് പേന വെച്ചു കൊടുത്ത് അവൻ പറഞ്ഞതും അപ്പു സന്തോഷത്തോടെ അത് വാങ്ങി. ഇനി മോളിറങ്ങിക്ക്. ഓ, ദുഷ്ടൻ്റെ ഹിറ്റ്ലർ മോഡ് പിന്നെ ഓണായി. പിറുപിറുത്തുകൊണ്ട് അപ്പു മുഖം ചുളിച്ചു കാറിൽ നിന്നിറങ്ങി. അയ്യോ, ഒരു കാര്യം മറന്നു. വീട്ടിലേക്ക് നടക്കും വഴി തലയ്ക്കൊന്ന് കൊട്ടി അപ്പു വീണ്ടും സിദ്ധുവിൻ്റെ കാറിനടുത്തേക്ക് എത്തി. സിദ്ധു, ഒരു മിനിറ്റ് ഒന്ന് താത്തിക്കേ. കാറെടുത്ത് പോകാൻ തുടങ്ങിയതും കാറിൻ്റെ വിൻഡോ മിററിൽ തട്ടി കുനിഞ്ഞുവെന്ന് അപ്പു പറഞ്ഞു. ഇനി എന്താ പെണ്ണേ? സിദ്ധുവിന് ദേഷ്യം പൊട്ടി. ഒരു വലിയ കാര്യം ഞാൻ മറന്നുപോയി. അതായിരുന്നു എനിക്ക് ആദ്യം സിദ്ധുവിൻ്റെ കയ്യിൽ നിന്ന് വേണ്ടത്. ഇനി എന്താ ഇവിടെ വച്ചേക്കുന്നേ? അപ്പു പറയുന്നത് കേട്ട സിദ്ധു ഡാഷ്ബോർഡൊക്കെ നോക്കാൻ തുടങ്ങി. അവൻ്റെ കണ്ണ് തന്നിൽ നിന്ന് മാറി ആ നേരം തക്കം നോക്കിയ പോലെ അപ്പു കാറിനകത്തേക്ക് തലയിട്ട് സിദ്ധുവിൻ്റെ കവളിൽ ആഞ്ഞൊരു ഉമ്മ കൊടുത്തു. ഉമ്മ. അവളിൽ നിന്ന് അപ്രതീക്ഷിതമായി കിട്ടിയ സമ്മാനത്തിൽ ഞെട്ടിയിരുന്നു പോയി സിദ്ധു. ഇനി ഞാൻ പൊയ്ക്കോളാം. ഗുഡ് നൈറ്റ് സിദ്ധ. ചിരിയോടെ അവനോട് പറഞ്ഞ് അപ്പു അകത്തേക്ക് ഓടി. തുള്ളിച്ചാടി അകത്തേക്ക് ഓടി കയറുന്ന പെണ്ണിനെ ഒരു നിമിഷം നോക്കിയിരുന്നു പോയി സിദ്ധു. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. അവളുടെ പോക്ക് നോക്കി ചിരിയോടെ പറഞ്ഞവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോയി. എന്നാൽ അവരറിഞ്ഞില്ല ഇതെല്ലാം കണ്ട് അവിടെ ഇരുട്ടിൽ മാറി നിന്ന ഒരു ജോഡി കണ്ണുകളെ.